ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ മുന്നണികൾക്ക് വിമതശല്യം. ഗുരുവായൂർ നഗരസഭയിൽ 3 മുന്നണികൾക്ക് വിമത ഭീഷണി. ചാവക്കാട് നഗരസഭയിൽ LDFന് ആശ്വാസം. പൊയ്യ പഞ്ചായത്തിൽ 2 വാർഡുകളിൽ NDAക്ക് സ്ഥാനാർത്ഥികളില്ല. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് ചാവക്കാട് നഗരസഭയിൽ കോൺഗ്രസിൽ ഭിന്നത. 7ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനാളില്ല. ഇരു ഗ്രൂപ്പിലെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കൊട്ടേഷൻ നൽകിയയാൾ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണം. സ്റ്റാൻഡിന്റെ പ്രധാന കെട്ടിടം പൊളിച്ചു തുടങ്ങി. KSRTC ബസ്സുകൾക്ക് വടക്കേ സ്റ്റാൻഡിൽ താൽക്കാലിക സംവിധാനമൊരുക്കും. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. 6 പതിറ്റാണ്ടോളം ബോളിവുഡിനെ ത്രസിപ്പിച്ച അതുല്യ നടൻ. ചടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയായപ്പോൾ പലയിടങ്ങളിലും മുന്നണികൾക്ക് വിമതശല്യമുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന് 3 ഡിവിഷനുകളിലും LDFന് 3 ഡിവിഷനുകളിലും NDAക്ക് 1 ഡിവിഷനിലുമാണ് വിമത ഭീഷണി നിലനിൽക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് മാണി വിഭാഗം പത്രിക പിൻവലിച്ചത് LDFന് ആശ്വാസമായി. കോർപ്പറേഷനിലെ 3 ഡിവിഷനുകളിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരത്തെ പത്രിക നൽകിയിരുന്നത്. LDF നേതാക്കൾ നടത്തിയ മാരത്തോൺ ചർച്ചയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയായിരുന്നു. അതിനിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന പാർട്ടി അംഗങ്ങളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കിയതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ 3 മുന്നണികൾക്കും വിമത സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ LDFന്. 3 വാർഡുകളിലാണ് LDFന് വിമത സ്ഥാനാർത്ഥികളുള്ളത്. നിലവിലെ വൈസ് ചെയർപേഴ്സൺ CPIയിലെ അനീഷ്മ ഷനോജ് മത്സരിക്കുന്ന പൂക്കോട് വെസ്റ്റ് വാർഡിലെ CPMലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ ലിസി ബൈജുവാണ് മത്സരരംഗത്തുള്ളത്. ഇരിങ്ങപ്പുറം സൗത്തിൽ CPIയിലെ KK ജ്യോതിരാജിനെതിരെ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് ചന്ദ്രനാണ് മത്സരിക്കുന്നത്. കോട്ട നോർത്തിൽ CPM അംഗമായ സിനോവും വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. ഇവിടെ V അനൂപാണ് CPM സ്ഥാനാർത്ഥി. ഹൈസ്കൂൾ വാർഡിൽ BJP ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന KK സുമേഷ് കുമാറാണ് വിമത സ്ഥാനാർത്ഥി. നിലവിലെ കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥാണ് BJP സ്ഥാനാർത്ഥി. പുതുശ്ശേരിപ്പാടം വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിലെ PS രാജൻ മത്സരിക്കുന്നുണ്ട്. നിലവിലെ കൌൺസിലർ KM മെഹ്റൂഫാണ് ഇവിടെ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വിമത സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിപ്പിക്കുവാൻ 3 മുന്നണികളും നടത്തിയ ശ്രമം ഫലം കണ്ടില്ല. ചാവക്കാട് LDFന് ആശ്വാസം. നഗരസഭയിൽ CPM CPI സീറ്റ് തർക്കത്തെ തുടർന്ന് CPI ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. എന്നാൽ ചർച്ചയെ തുടർന്ന് ഇതെല്ലാം പിൻവലിച്ചു. നഗരസഭ 16ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഏരിയ കമ്മിറ്റി അംഗമായ AH അക്ബറിനെതിരെ പാർട്ടി അംഗം ബിനു ഷാനവാസ് വിമതനായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് DC അംഗം ഉൾപ്പെടെ 6 പേർ വിമതരായി നൽകിയ പത്രികയും പിൻവലിച്ചു. പൊയ്യ പഞ്ചായത്തിൽ 2 വാർഡുകളിൽ NDAക്ക് സ്ഥാനാർത്ഥികളില്ല. മാള പള്ളിപ്പുറം തെക്ക് വാർഡ് 5, പുളിപ്പറമ്പ് വാർഡ് 12 എന്നിവിടങ്ങളിലാണ് NDA സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത്. ഈ 2 വാർഡുകളും വനിതാ സംവരണമാണ്. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് ചാവക്കാട് നഗരസഭയിൽ കോൺഗ്രസിൽ ഭിന്നത. 7ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളില്ല. ഇരു ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. നഗരസഭ 7ാം വാർഡിൽ AI ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലാതായത്. നിലവിലെ 8ാം വാർഡ് കൌൺസിലറും മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ബേബി ഫ്രാൻസിസിനു വേണ്ടി I ഗ്രൂപ്പും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഷോബി ഫ്രാൻസിസിനു വേണ്ടി A ഗ്രൂപ്പും പിടിമുറുക്കി.
ഇരു കൂട്ടരും പത്രിക സമർപ്പിച്ചു. നിരവധി ചർച്ച നടന്നെങ്കിലും പിൻവലിക്കാൻ ഇരു കൂട്ടരും തയ്യാറായില്ല. തുടർന്ന് ബേബി ഫ്രാൻസിസിന്റെ ഡെമ്മി സ്ഥാനാർത്ഥിയെ പത്രിക നൽകിയ മുൻ കൗൺസിലർ സൈസൺ മാറോക്കിയുടെ ഭാര്യയ്ക്ക് DCC ചിഹ്നം അനുവദിച്ചു. എന്നാൽ ഇവർ പിൻവലിച്ചു. ഇതോടെ ഇരു കൂട്ടരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചു. 14-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പത്രിക നൽകിയ നൌഷാദ് തെക്കുംപുറത്തിനെ DCC അംഗമാക്കാൻ ധാരണയായതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പ്രതിഷേധിച്ച് മുൻ കൗൺസിലറും 14-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ പീറ്റർ പാലിയൂർ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. TCV ന്യൂസ്, ചാവക്കാട്. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ വെളപ്പായ സ്വദേശി സുനിലിനെയും ഡ്രൈവറെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിലായി. അഞ്ചേരി ക്രിസ്റ്റഫർ നഗർ സ്വദേശി പറമ്പിത്തറ വീട്ടിൽ സിജോ ജോയ്, അയ്യന്തോൾ സ്വദേശി കള്ളിക്കാടൻ വീട്ടിൽ ഡിക്സൺ വിൻസൻ, കുറ്റുമുക്ക് സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ തോംസൺ സണ്ണി, ചേലക്കോട്ടുകര സ്വദേശി ആലപ്പാട്ട് എഡ്വിൻ ബാബു എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കേസ് ആസ്പദമായ സംഭവം. വാഹനങ്ങളിൽ എത്തിയ സംഘം വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി സുനിലിനെയും ഡ്രൈവറെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. തൃശൂർ ACP KG സുരേഷിന്റെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റാൻഡിലെ പ്രധാന കെട്ടിടം പൊളിച്ചു തുടങ്ങി. 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ശക്തൻ സ്റ്റാൻഡിനോട് ചേർന്ന കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റി. T&C കൗണ്ടർ, കൺസെഷൻ കൗണ്ടർ എന്നിവ ഗ്യാരേജിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അതേസമയം താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ കൗണ്ടർ പ്രധാന കെട്ടിടത്തിന്റെ എതിർവശത്തായി നിർമ്മിക്കുന്ന താൽക്കാലിക ഷെഡിലേക്ക് മാറ്റുവാനാണ് നീക്കം. ഇതിന്റെ നിർമ്മാണം പ്രാരംഭഘട്ടത്തിലാണ്. പ്രധാന കെട്ടിടം പൊളിക്കുന്നതോടെ KSRTC സ്റ്റാൻഡിലെ ചില ബസ്സുകൾ വടക്കേ സ്റ്റാൻഡിന് സമീപത്തുള്ള താൽക്കാലിക സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തും. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ട് ബോളിവുഡിനെ ത്രസിപ്പിച്ച ധർമ്മേന്ദ്ര 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. 2009 രാജസ്ഥാനിൽ നിന്ന് ലോക്സഭാംഗമായി. ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 1960 ദിൽബി തേര ഹംബി തേരെ എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കം. ധർമ്മേന്ദ്ര അവസാനമായി അഭിനയിച്ച ചിത്രം 21 ഡിസംബർ 25-ാം തീയതി റിലീസ് ചെയ്യാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. ബോളിവുഡിന്റെ സ്വന്തം ഹീമാൻ, പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭ ധർമ്മേന്ദ്ര വിട പറയുമ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഒരു യുഗത്തിനു കൂടിയാണ് തിരശ്ശീല വീഴുന്നത്. വാക്കുകളിൽ പകുക്കുന്ന വിശേഷണങ്ങൾക്കപ്പുറം ഇന്ത്യൻ വെള്ളിത്തിരയുടെ തീജ്വാലയായി പകർന്നു നിന്ന ഒരു കാലവും ഉണ്ടായിരുന്നു ധർമ്മേന്ദ്രയ്ക്ക്. आपको शायद कम नजर आता है, मैं भी आपकी तरह एक इंसान हूँ.
फर्क सिर्फ इतना है कि आप जिस रोटी को सोने और चांदी के बर्तनों में खाकर घमंड का डकार लेते हैं, हम गरीब उसी रोटी को मिट्टी के टूटे फूटे बर्तनों में खाकर भगवान का गुणगान करते हैं. ഇന്ത്യൻ പ്രേക്ഷകരിലെ വിവിധ തലമുറകളെ ആവേശത്തിലാഴ്ത്തിയ ഒട്ടനവധി ക്ലാസിക് ബോളിവുഡ് ചിത്രങ്ങളിലെ സൂപ്പർ ഹീറോ വിട പറയുമ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഒരു യുഗത്തിന് കൂടിയാണ് അന്ത്യമാകുന്നത്. 1935 ഡിസംബർ 8 പഞ്ചാബിലെ ലുധിയാനയ്ക്കടുത്തുള്ള സാനേവാൽ ഗ്രാമത്തിലായിരുന്നു ധർമ്മേന്ദ്രയുടെ ജനനം. ധർമ്മേന്ദ്ര കേവൽ കൃഷൻ ഡിയോൾ എന്നായിരുന്നു യഥാർത്ഥ പേര്. മുംബൈയുടെ പ്രൗഢിയിൽ നിന്നെല്ലാം അകന്ന ബാല്യമായിരുന്നു ധർമ്മേന്ദ്രയുടേത്. കിലോമീറ്ററുകളോളം സ്കൂളിലേക്ക് നടക്കുകയും സിനിമകളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുകയും ചെയ്തിരുന്ന ഒരു കുട്ടി എന്നായിരുന്നു പല അഭിമുഖങ്ങളിലും ധർമ്മേന്ദ്ര സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ദിൽബി തേര ഹംബി തേര എന്ന ചിത്രത്തിലൂടെയാണ് ധർമ്മേന്ദ്ര അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ ഷോല ഔർ ശബ്നം, ബന്ദിനി എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നു. चुन चुन के मारूंगा गब्बर सिंह 2012 ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും ലഭിച്ചു. मालिक ने बाजू में इतनी ताकत दी है कि लोहे की सलाखों को कपड़े की तरह कलाई पर लपेट सकता हूँ, मगर उसी लोहे की बनी हुई तलवार को आपकी तरह चला नहीं सकता. बाबा कहते थे आप जैसे समुराई चलाने वाला पैदा नहीं हुआ. अगर आप समुराई मुझे सिखा दें तो. TCV ന്യൂസ് തൃശൂർ. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാഴൂർ വപ്പുഴയിലാണ് സംഭവം. ചുള്ളിപ്പറമ്പിൽ സജീഷിന്റെ 14 വയസ്സുള്ള മകനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 5:30 അച്ഛനെ അന്വേഷിച്ചാണ് പോലീസ് വീട്ടിൽ വന്നത്. പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നീ ആരാണ് ഇതെല്ലാം ചോദിക്കാൻ എന്ന് പറഞ്ഞ് ജീപ്പിൽ നിന്നിറങ്ങിയ അന്തിക്കാട് SI കാലിൽ ചവിട്ടുകയും പിന്നീട് വീടിനകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടതായും പറയുന്നു. ഇന്നലെ ഒരു 5:30 നേരത്ത് വീട്ടിലേക്ക് ഒരു ജീപ്പ് പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു കയറാൻ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് സംഭവം, എന്തിനാ കയറുന്നു, വാറണ്ടുണ്ടോ, കേസ് വാറണ്ടായിട്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പെട്ടെന്ന് ചൂടായി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം എന്നെ പിടിച്ച് കുന്തിയിട്ട് ഷൂ കൊണ്ട് കാലുമ ചവിട്ടി ഒന്ന് അമർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് നല്ല അടി അടിച്ചു. ചെകിട്ടത്തും മുഖത്തടിക്കും ചെയ്തു, വയറ്റത്തിടിക്കും ചെയ്തു, കാലുകൊണ്ട് ചവിട്ടും ചെയ്തു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ജീപ്പ് എടുത്ത് പോയി. പോലീസുകാർ പിന്നെ രാത്രിയൊക്കെ വിളിക്കലുണ്ടായിരുന്നു. ആലപ്പാട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ രാത്രി വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അന്തിക്കാട് പോലീസുകാർ വിളിച്ചു, എല്ലാവരും വിളിച്ചു, ഒത്തുതീർപ്പ് പോലെ അവർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് ഇന്നലെ രാത്രി വന്ന് അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി, ലിസ്റ്റൊക്കെ നോക്കി പോയി. തുടർന്ന് ഞായറാഴ്ച തന്നെ വിദ്യാർത്ഥി ആലപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയുമാണ്. TCV തൃപ്രയാർ. കുന്നംകുളം മരത്തൻകുടി AKG നഗറിൽ ഇടിമിന്നലിൽ വൻ നാശനഷ്ടം. 2 പേർക്ക് പരിക്ക്. കുര്യാറ്റുവളപ്പിൽ ആയിഷയുടെ വീടിന് കേടുപാടുകൾ പറ്റി. വീട്ടിലുണ്ടായിരുന്ന 22 വയസ്സുള്ള ഹജ്മ, 16 വയസ്സുള്ള ഷാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളും സ്വിച്ച് ബോർഡുകൾ, മീറ്റർ ബോക്സ്, മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും കത്തി നശിക്കുകയും ചെയ്തു. വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി. വീടിന്റെ ചുമരിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ വീടിന്റെ ടെറസിലേക്കുള്ള ഗോവണിയിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. കാങ്കലാത്ത് വീട്ടിൽ 65 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ടെറസിൽ നിന്ന് കൈവരിയില്ലാത്ത ഗോവണിയിലൂടെ ഇറങ്ങുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നുവെന്ന് കരുതുന്നു. അപസ്മാര രോഗിയാണ് ചന്ദ്രൻ. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ചന്ദ്രന്റെ ഭാര്യ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. ചന്ദ്രൻ ടെറസിന് മുകളിൽ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. നാട്ടുകാരാണ് താഴെ വീണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി MLAക്കെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാവിന്റെ പേരിൽ KPCC അച്ചടക്ക നടപടിയെടുത്തു. DCC ജനറൽ സെക്രട്ടറി TA ആന്റോയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സനീഷ് കുമാർ ജോസഫ് MLA പണം വാങ്ങി അനർഹർക്ക് സീറ്റ് നൽകിയെന്നായിരുന്നു ആന്റോയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് AICC, KPCC നേതാക്കൾക്ക് അയച്ച പരാതിയുടെ പകർപ്പും ആന്റോ പ്രദർശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുന്ന വേളയിൽ ജില്ലയിലെ ഏക MLAക്കെതിരെ ഉയർന്ന ആരോപണം കോൺഗ്രസിന് വലിയ ആഘാതമായി. ഇതോടെയാണ് മുൻ KPCC മെമ്പർ കൂടിയായ ആന്റോയ്ക്കെതിരെ നടപടിയുണ്ടായത്. ചെറുതുരുത്തിയിൽ പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. മലപ്പുറം സ്വദേശി അഫ്സലാണ് മരിച്ചത്. മണിക്കൂറുകളോളം വാഹനത്തിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവറെ അഗ്നിശമന സേന എത്തിയാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ തകർന്നു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഇനി കാണാം ദേശപ്പൂര്. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി നാത്തൂന്മാർ രംഗത്ത്. ഒരാൾ പരിചയസമ്പന്നയാണെങ്കിൽ മറ്റൊരാൾ പുതുമുഖമാണ്. നാടെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. മത്സര രംഗത്ത് ദമ്പതികൾ എത്തുന്ന വാർത്ത ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഇവിടെ നാത്തൂന്മാരാണ് മത്സരഗോതയിൽ ഇറങ്ങുന്നത്. കുട്ടൻകുളങ്ങര ഡിവിഷൻ BJP സ്ഥാനാർത്ഥി ശ്രീവിദ്യായം, അവരുടെ സഹോദരന്റെ ഭാര്യ തേക്കിൻകാട് ഡിവിഷൻ BJP സ്ഥാനാർത്ഥി പൂർണിമ സുരേഷ്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ, അതും ഒരാളുടെ കന്നി അംഗം. എന്തു തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ ഡിവിഷനുകൾ ഭൂരിഭാഗവും ജയിക്കുവാനും കോർപ്പറേഷൻ ഭരിക്കുവാനും എന്നുള്ളൊരു ദൗത്യം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ നാത്തൂൻ കുട്ടംകുളങ്ങര ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അതും തെരഞ്ഞെടുപ്പിനെ ആദ്യമായിട്ടാണ് നേരിടുന്നത്. എന്തു തോന്നുന്നു? വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഒരു ഇതിനെ ഞാൻ കാണുന്നത്. പിന്നെ സന്തോഷമായി. പിന്നെ അവിടുത്തെ പ്രവർത്തകർ വളരെയധികം, പാർട്ടി പ്രവർത്തകർ വളരെ നല്ല ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷവും നല്ല ഊർജ്ജവും തോന്നുന്നുണ്ട്. ഇതിനു മുമ്പും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ളൊരു ഭയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ തന്നെ നേരിടണം. അപ്പോൾ എന്നാലും ഇപ്പോൾ പറയാൻ പോയാൽ ഞാൻ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. അതും തേക്കിൻകാട് ഡിവിഷനിൽ 2ാം തവണ തുടർന്ന് മത്സരിക്കുകയാണ്. ജനങ്ങളുടെ പിന്തുണ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. കൂടാതെ പാർട്ടി സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. എത്രത്തോളമാണ് കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് രണ്ടാൾക്കും? അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. കാരണം ഞങ്ങൾ കുട്ടിക്കാലം മുതലേ കുടുംബത്തിൽ ഞങ്ങൾക്കുള്ള സപ്പോർട്ടും ഇപ്പോൾ ഈ ഒരു സമയത്തും ഒരുപാട് സപ്പോർട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ വലിയൊരു ശക്തി. ഇതിനു മുൻപ് പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്നോ അതോ ഇതാദ്യമായിട്ടാണോ? ഇതിപ്പോൾ കോളേജൊക്കെ പഠിക്കുന്ന കാലത്ത് ABVPയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ടില്ല എന്നർത്ഥം. തെരഞ്ഞെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടുണ്ടാവാറുണ്ട്. എത്രത്തോളമാണ് രണ്ടാളുടെയും വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും 100% വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്ക് ജനങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തും. കൂടാതെ ഇനി ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും എന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാത്തൂന്മാർ എന്നുള്ളതിനുപരി സഹോദരിമാരായ ഇരുവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ.
പാറളം പഞ്ചായത്ത് അംഗം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരത്തിനിറങ്ങുമ്പോൾ പ്രിയതമന്റെ ഒന്നാം വാർഡിനെ ചേർത്ത് പിടിക്കാൻ ഭാര്യ രംഗത്ത്. കൊടന്നൂർ ചാക്യാർക്കടവിലെ ചിറയത്ത് ജൂബി മാത്യു റിൻസി ദമ്പതികളാണ് UDF സ്ഥാനാർത്ഥികളാകുന്നത്. പാർലം പഞ്ചായത്തിലെ കോടന്നൂരിൽ യുവദമ്പതികളാണ് മത്സരരംഗത്തുള്ളത്. നിലവിൽ ഒന്നാം വാർഡ് അംഗമായ ജൂബി മാത്യുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ റിൻസിയുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണം? പ്രചരണം വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നാം വാർഡിൽ, ഞാൻ ജയിച്ച വാർഡിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പ്രചരണത്തിന് പോയിരുന്നത്. നല്ല പോസിറ്റീവാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഈ 5 വർഷം നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ഗുണം നമുക്ക് അടുത്ത ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വികസന സങ്കല്പം എന്താണ്? സാധാരണ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അതിൽ ഒരു അഴിമതിയും ഇല്ലാതെ നമ്മുടെ വാർഡിന്, അതായത് ഡിവിഷന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക, അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക, അത്രയാണ് ഉദ്ദേശം. ഈ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴും അതിനുശേഷം മെമ്പറാകുമ്പോഴും നമുക്ക് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണം വളരെ നല്ല രീതിയിൽ പോകുന്നു. എല്ലാ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ സപ്പോർട്ടാണ്. ജൂബിയുടെ 5 വർഷം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അത് എനിക്ക് വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കരുതുന്നു. ഈ പ്രചരണ കാലഘട്ടത്തിൽ എനിക്ക് ഇത്രയും ദിവസങ്ങളിൽ ഇറങ്ങിയപ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണം വളരെ നല്ലതായിരുന്നു. അവരുടെ മെമ്പർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം ഇനി വരുന്ന മെമ്പർ എന്ന് പറഞ്ഞിട്ടാണ് പല അമ്മമാരും സപ്പോർട്ട് ചെയ്തു പോകുന്നത്. ഒന്നാം വാർഡിലേക്ക് ഇനി എന്താണ് നമുക്ക് വികസന രംഗത്തേക്ക് കാണാനുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 5 വർഷക്കാലം ജൂബിയുടെ മെമ്പറായിരുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങളിൽ കൂടുതലുണ്ടായിരുന്നത് അവർക്ക് റോഡിൻ്റെ വികസനമായിരുന്നു. അതിൽ പല റോഡുകളും ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ ഇനിയും പൂർത്തീകരിക്കാനായിട്ടുള്ള റോഡുകൾ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് 2 പേരും മത്സരരംഗത്ത് വരുമ്പോൾ തീർച്ചയായും വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്ന കാര്യം ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയാണ് നമ്മുടെ വീട്ടുകാരുടെ പിന്തുണ. വീട്ടുകാർ അങ്ങനെ ആരും എതിർത്തൊന്നും പറഞ്ഞില്ല. ആദ്യം പാർട്ടി പറഞ്ഞു ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നുവെച്ചാൽ ഞങ്ങളെ മക്കളടക്കം എല്ലാവരും പറഞ്ഞു അമ്മ നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ആളെയും കൂടെ അംഗീകരിച്ചപ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു കിട്ടിയ വലിയൊരു അംഗീകാരമാണ് പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും. രാവിലെ പണികളൊക്കെ എല്ലാം തീർത്ത് വെച്ചിട്ട് മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞ് അവർ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളായിട്ട് നീങ്ങുമ്പോൾ ഞാനും വീണ്ടും സജീവമായിട്ടൊരു 9 മണി വരെ വീടുകളിൽ കയറി ഇറങ്ങി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ കൃഷി രംഗത്ത് വളരെ സജീവമായ രംഗത്തുള്ള ആളാണ് ജൂബി. എങ്ങനെയാണ് കൃഷി പ്രവർത്തനങ്ങൾ നോക്കി കാണുന്നത്? ഞാൻ മെമ്പറായ സമയത്തായാലും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. പശുവിൻ്റെ ഫാമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും എൻ്റെ വർക്കെല്ലാം തീർത്തിട്ട് 10 മണിക്ക് ശേഷം ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങും. ഏതായാലും വിജയപ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സ്ഥാനാർത്ഥി കുടുംബം. കോടന്നൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രവീണിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. പുതുക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസിന് 2 റിബലുകൾ. അളഗപ്പനഗർ കാളക്കല്ലിൽ കോൺഗ്രസിനെതിരെ RMPയും വരന്തരപ്പള്ളി പുലിക്കണിയിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗവും മത്സരരംഗത്ത്. പുതുക്കാട് 3-ാം വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായ സിജു പയ്യപ്പള്ളി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും. ഗ്രൂപ്പ് വീതം വെക്കലിന് ശേഷം വാർഡിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സിജു പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പറപ്പുള്ളിയാണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. 16-ാം വാർഡ് തെക്കേത്തുറവിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വർഗീസ് തെക്കേത്തല ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചതിൽ പ്രതിഷേധിച്ചാണ് വർഗീസ് മത്സരിക്കുന്നത്. ബ്ലോക്ക് സെക്രട്ടറി CK ദിൽ ആണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. വരന്തരപ്പള്ളി 7-ാം വാർഡ് പുലിക്കണിയിൽ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ മജീദ് മാടക്കലിനെതിരെ മുൻ പഞ്ചായത്ത് അംഗം സുഹറ മജീദ് മത്സരരംഗത്തുണ്ട്. പുതുക്കാട് 9-ാം വാർഡ് സൂര്യഗ്രാമത്തിൽ കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന സിജി ബാബു സ്വതന്ത്രയായി മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിനു വേണ്ടി നിലവിലെ പഞ്ചായത്ത് അംഗം രതി ബാബുവാണ് മത്സരിക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. ചാലക്കുടി നഗരസഭയിൽ LDF ഘടകകക്ഷി നേതാവ് NDA സ്ഥാനാർത്ഥിയായി. ജനതാദൾ S ദേശീയ കൗൺസിൽ അംഗം ജോസ് പൈനാടത്താണ് കാരക്കുളത്തുനാട് വാർഡിൽ NDA സ്ഥാനാർത്ഥിയായത്. BJP നേതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആപ്പിൾ ചിഹ്നത്തിലായിരിക്കും ജോസ് പൈനാടത്ത് മത്സരിക്കുക. 2005-ൽ ഇതേ വാർഡിൽ കൗൺസിലറായിരുന്നു ജോസ് പൈനാടത്ത്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിയെ LDF നിരാകരിച്ചതിന്റെ പ്രതിഷേധമാണ് പുതിയ സ്ഥാനാർത്ഥിത്വമെന്ന് ജോസ് പറഞ്ഞു. ഞങ്ങൾ JDS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് കേന്ദ്രത്തിൽ NDAയുടെ ഘടകകക്ഷിയാണ്. കേരളത്തിൽ പല ഭാഗത്തും തൃശ്ശൂർ കോർപ്പറേഷനിൽ വരെ ഞങ്ങളുടെ ആളുകൾ നിലവിലുണ്ടായിരുന്ന 15 കൗൺസിലറായിട്ടിരുന്ന ഞങ്ങളുടെ കൗൺസിലർ പോലും ഇപ്പോൾ NDA ലൈനിൽ പോയി. അതിൻ്റെ കാരണം ഞങ്ങൾ കേന്ദ്രത്തിൽ NDA ലൈനിൽ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ NDA പിന്തുണയ്ക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു. NDA എന്നെയും പിന്തുണയ്ക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു.
കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന CPMന്റെ നടപടി ഫാസിസമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് പറഞ്ഞു. വിയൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ CPM നേതാക്കൾ അറസ്റ്റിലാകുമെന്നും വിശ്വാസികൾ ശരണം വിളിച്ച് മല കയറുമ്പോൾ CPM നേതാക്കൾ കരഞ്ഞുകൊണ്ട് ജയിലിൽ പോകുന്ന സ്ഥിതിയാണെന്നും ജനീഷ് പറഞ്ഞു. ആന്തൂരും മലപ്പട്ടം ഉൾപ്പെടുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്ടെ അസംബ്ലി മണ്ഡലം കൂടിയാണ്. എന്ന് വെച്ചാൽ കേരളത്തിനകത്ത് വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ഫാസിസത്തെപ്പറ്റി പറയുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുമുള്ള ആളുകളുടെ അവകാശത്തിന് വേണ്ടിയൊക്കെ കേരളത്തിനകത്ത് പ്രസംഗിക്കുകയും എന്നാൽ സ്വന്തം നിയോജകമണ്ഡലത്തിനകത്ത് അത്തരത്തിൽ മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ പിന്മാറ്റുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA അടക്കം ഇന്ന് ജയിലിലേക്കാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ശരണം വിളിയോടുകൂടി മല ചവിട്ടുമ്പോൾ CPMന്റെ നേതാക്കന്മാർ കരഞ്ഞുകൊണ്ട് ജയിലിലേക്ക് യാത്രയാകുന്ന കാഴ്ച നമ്മൾ നിരന്തരമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഫോൺ ചെയ്യാനെന്ന വ്യാജേന വയോധികനിൽ നിന്ന് ഫോൺ വാങ്ങി മുങ്ങിയയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ കർണക്കൂട്ട് ബസാർ കിഴക്കേതല മണികണ്ഠനാണ് അറസ്റ്റിലായത്. ചെമ്മണ്ണൂർ സ്വദേശി രവിയുടെ ഫോണാണ് ഇയാൾ തട്ടിയെടുത്തത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സംഭവം. മോഷ്ടിച്ച ഫോൺ പ്രതി ചൊവ്വലൂർപ്പടിയിലെ കടയിൽ വിറ്റിരുന്നു. ഇവിടെ നിന്നും പോലീസ് ഫോൺ കണ്ടെടുത്തു. ടെമ്പിൾ SHO G അജയകുമാർ, ASIമാരായ K സാജൻ, സീനിയർ CPOമാരായ NP സാജൻ, D അരുൺ, ശ്രീനാഥ്, CPO റമീസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേച്ചേരിയിൽ നിർത്തിയിട്ട ഓട്ടോ ടാക്സി മോഷ്ടിച്ച പ്രതി അറസ്റ്റിലായി. ഇയാൾ ചെറുനെല്ലൂർ സ്വദേശി വൈശ്യമേട്ടിൽ ഇബ്രാഹിമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ സ്വദേശി വർഗീസ് കഴിഞ്ഞ ഞായറാഴ്ച പട്ടിക്കര മുസ്ലിം പള്ളിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ ടാക്സിയാണ് പ്രതി മോഷ്ടിച്ചത്. എരുമപ്പെട്ടി തിച്ചൂരിൽ വെച്ച് ഓട്ടോ ടാക്സിയെ പിന്തുടർന്നെത്തിയാണ് പോലീസ് വാഹനം പിടികൂടിയത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കഴിഞ്ഞ ദിവസം ചത്ത തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കോട്ടപ്പടി ചെമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പേവിഷബാധ ലക്ഷണം കാണിച്ച നായയെ നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു. മണിക്കൂറുകൾക്കകം ചത്ത നായയെ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ സംസ്കരിച്ചു. മേഖലയിൽ മറ്റു നായ്ക്കൾക്കും നായയുടെ കടിയേറ്റിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗം നായയുടെ ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയായിരുന്നു. നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവുനായ്ക്കൾക്കും ബുധനാഴ്ച മുതൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിക്കുമെന്ന് പൂക്കോട് വെറ്ററിനറി ഡോക്ടർ CR പ്രശാന്ത് അറിയിച്ചു. ആനക്കയത്തെ കുമ്മാട്ടിക്കലുങ്ങിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാത്തതുമൂലം മലയോര മേഖലയായ മലക്കപ്പാറ ഒറ്റപ്പെട്ടു. KSRTC അടക്കമുള്ള സർവീസ് ബസ്സുകൾ മാത്രമാണ് സംസ്ഥാന അതിർത്തി കൂടിയായ മലക്കപ്പാറയിൽ എത്തുന്നത്. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് എന്ന് മാറ്റമുണ്ടാകുമെന്ന് പറയാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. ചെറിയ വാഹനങ്ങളെ മാത്രം തൽക്കാലം കലുങ്കിലൂടെ കടത്തിവിടുന്നുണ്ട്. അടിത്തറയാകെ തകർന്ന കലുങ്കിൽ ഇത്തരം യാത്രകൾ കൂടി അപകടത്തിന് കാരണമാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. പുതിയ കലുങ്ക് നിർമ്മിക്കാതെ ശാശ്വത പരിഹാരമാകില്ലെന്ന് ഇതിലെ സ്ഥിരം വാഹനങ്ങൾ ഓടിക്കുന്നവർ പറയുന്നു. യാത്രക്കാരെ ഇറക്കിയ ശേഷം ബസ് മാത്രം കലുങ്കിലൂടെ കടന്നുള്ള യാത്രയാണ് ആഴ്ചകളായി നടക്കുന്നത്. അതിരപ്പിള്ളിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളെല്ലാം ഇപ്പോൾ വാഴച്ചാലിൽ വനം വകുപ്പ് തടയും. തമിഴ്നാട്ടിൽ നിന്നുള്ളവയെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലും തടയും. നവംബർ 10 കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പായില്ല. കലുങ്ക് നവീകരണത്തിനായി ബദൽ സംവിധാനം ഒരുക്കുന്നതിന് വനം വകുപ്പ് ഇതുവരെയും അനുമതി നൽകിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നു. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂരിൽ സ്കൂട്ടർ മോഷ്ടാവിനെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി ആണ്ടൂർ കിഴക്കേതിൽ ഉദിനാണ് അറസ്റ്റിലായത്. കാട്ടകാമ്പാൽ സ്വദേശിനി ഷീജ സുഗതന്റെ സ്കൂട്ടറാണ് മോഷ്ടിച്ചത്. മാഞ്ചിറ റോഡിൽ സ്കൂട്ടർ നിർത്തി ക്ഷേത്ര ദർശനത്തിന് പോയതായിരുന്നു. മോഷ്ടിച്ച സ്കൂട്ടർ വളാഞ്ചേരിയിലെ സുഹൃത്തിന് പണയം വെച്ചതായി പോലീസ് കണ്ടെത്തി. ടെമ്പിൾ ഇൻസ്പെക്ടർ G അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇരിങ്ങാലക്കുടയിൽ 2 യുവാക്കളെ MDMAയുമായി റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടി. ഇരിങ്ങാലക്കുട കണ്ഠേശ്വരം സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ പ്രജു, കൊരുമ്പിശ്ശേരി സ്വദേശി നാരാട്ടിൽ വീട്ടിൽ പ്രണവ് എന്നിവരെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കൂടൽമാണിക്യം വെസ്റ്റ് നടയിൽ നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന MDMAയുമായി പ്രതികൾ പിടിയിലായത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,470 രൂപ, പവന് 91,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ മുന്നണികൾക്ക് വിമതശല്യം. ഗുരുവായൂർ നഗരസഭയിൽ 3 മുന്നണികൾക്കും വിമത ഭീഷണി. ചാവക്കാട് നഗരസഭയിൽ LDFന് ആശ്വാസം. പൊയ്യ പഞ്ചായത്തിൽ 2 വാർഡുകളിൽ NDAക്ക് സ്ഥാനാർത്ഥികളില്ല. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് ചാവക്കാട് നഗരസഭയിൽ കോൺഗ്രസിൽ ഭിന്നത. 7-ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനാളില്ല. ഇരു ഗ്രൂപ്പിലെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കൊട്ടേഷൻ നൽകിയയാൾ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണം. സ്റ്റാൻഡിന്റെ പ്രധാന കെട്ടിടം പൊളിച്ചു തുടങ്ങി. KSRTC ബസ്സുകൾക്ക് വടക്കേ സ്റ്റാൻഡിൽ താൽക്കാലിക സംവിധാനമൊരുക്കും. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. 6 പതിറ്റാണ്ടോളം ബോളിവുഡിനെ ത്രസിപ്പിച്ച അതുല്യ നടൻ. ചാടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.